ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പൊട്ടുകടല വെച്ചിട്ടുള്ള ലഡ്ഡു ആണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ആദ്യത്തെ ആയതുകൊണ്ട് ഞാനൊരു മധുരം ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വേണ്ട സാധനങ്ങൾ: പൊട്ടുകടല, എത്ര പൊട്ടുകടല എടുക്കണ്ടോ അതേ അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചത്, പിന്നെ നെയ്യ് അത് കുഴച്ച് ഉരുളയാക്കാൻ പാകത്തിന്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ചൂടാക്കിയെടുക്കുക. പിന്നെ ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിക്കുമ്പോൾ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന്. ആദ്യം തന്നെ നമുക്ക് പൊട്ടുകടല ചൂടാക്കിയെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് നെയ്യൊന്ന് ഉരുക്കിയെടുക്കാം. പൊടിച്ച് വരുമ്പോഴേക്കും നെയ്യ് ഉരുക്കിയിട്ടുണ്ടാവും. ചെറിയ തീയിലിട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് കൂടിയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് വീണ്ടും നമുക്ക് എടുത്ത് സൂക്ഷിക്കാം, കുഴപ്പമില്ല നെയ്യ് ചൂടായാലും. പക്ഷേ ഇത് ഉരുട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് നെയ്യ് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പം നെയ്യ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ തീയിലിട്ടാൽ മതി നെയ്യ്. പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കാം. മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒന്നും കൂടെ മിക്സായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രണ്ടും നല്ലപോലെ ചേർന്ന് കിട്ടും. പിന്നെ ഈ പൊട്ടുകടല പൊടിച്ച് കഴിഞ്ഞിട്ട് ഈ പൊടി എത്ര ഉണ്ടാവും അത്രയും തന്നെ അതേ സെയിം അളവിലാണ് നമ്മൾ പഞ്ചസാരയുടെ പൊടിയും ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 2 പൗഡറും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലെടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല നൈസ് പൗഡർ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല നൈസ് പൗഡർ ആയിട്ടുണ്ട്. 1:1 എന്നുള്ളതിലാണ് എടുക്കേണ്ടത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ മധുരം കൂടെ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കാം. പക്ഷേ ഇത് കറക്റ്റാണ് മധുരം. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നമുക്ക് അധികം കഴിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടുത്തു പോകും മധുരം ഒരുപാട് മുന്നിൽ നിൽക്കുമ്പോൾ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിതിൽ നെയ്യായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ ഉരുട്ടിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ചൂടായിരിക്കുന്ന നെയ്യ് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാൻ പോവാണ്. ചെറിയ ചൂടുണ്ട്, നോക്കിയിട്ട് ചെയ്യണം. ചെറിയ ചൂടുണ്ട്, പക്ഷേ ചെറു ചൂടോടുകൂടി നമ്മൾ ലഡു ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് മക്കളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു നോക്കുക രണ്ടുപേരും.
അടിപൊളി. ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ എടുത്തുകൊണ്ട് പോയി കഴിച്ചു. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ.